ഈ പടത്തിലെ സ്ക്രിപ്റ്റിൽ സഹായിക്കുന്നതാണോ? എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. അതായത് ഇതിപ്പോൾ പറഞ്ഞ കണക്ക് 2-3 സ്കെഡ്യൂൾസ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്കെഡ്യൂളിൽ വന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു കൂട്ടായ്മയുടെ മൂവിയാണ്, അതുകൊണ്ട് ഇവർ നായികയാണ്, ഇവർ അഭിനയിച്ചിട്ട് പോയാൽ മതി, അങ്ങനെ ഒന്നല്ല. അല്ല, അവർ നായികയായിട്ട് വന്നതാണ്. സെക്കൻഡ് ഷെഡ്യൂളിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ ഞങ്ങൾ 7 പേര് മാത്രമായിരുന്നു ഡിസ്കഷൻ. പിന്നെ രതൻകൃഷ്ണ വരുന്നു. പക്ഷേ രതൻകൃഷ്ണ സ്ക്രിപ്റ്റിലൊന്നും ഇടപെടുന്നില്ല. അത് ഫുൾ ഫ്രീഡം നമുക്ക് തരും. കാരണം അദ്ദേഹത്തിന് എന്തോ നമ്മളെന്തോ പരിചയപ്പെട്ട അന്ന് മുതൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം അങ്ങനെ നിളയോട് നമ്മൾ എഴുത്തുകാരി ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ, ആ രീതിയിൽ. അല്ലാതെ നിള ഇങ്ങോട്ട് വന്ന് സ്ക്രിപ്റ്റിൽ ഇടപെട്ടതല്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നിളയോട് ആവശ്യപ്പെട്ടിട്ട് ഇതിന്റെ ഡയറക്ടർ പറഞ്ഞു ഹ്യൂമർ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം മീറ്റർ പിടിക്കാൻ പറഞ്ഞു. അപ്പോ പിന്നെ കുറച്ച് ഉത്തരവാദിത്വം കൂടും. അതപ്പോ എങ്ങനെ പിന്നീട് അവസാനം വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? അവസാനം വരെ ഇല്ല, പിന്നീട് വേറൊരു സീരിയസ് രീതിയിലോട്ട് പോവാണ്. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. ആ കഥാപാത്രത്തെ പറ്റി സാറ് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഷൂട്ട് ചെയ്ത സമയത്ത് ചെയ്ത് കാണിച്ചു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ആക്ച്വലി അത് അനൂപിൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. ആ ക്യാരക്ടർ വളരെ സീരിയസ് ആണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അത് ആ ക്യാരക്ടർ എടുത്ത് അനൂപിന് അത് കണ്ടെത്താൻ പറ്റിയപ്പോൾ ഇറ്റ്സ് ഗുഡ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അതാണ് ആ ഒരു ഡ്രൈവറോട് അതിനകത്ത് വരാനുള്ള റീസൺ. വലിയൊരു സിനിമയാണ്, എല്ലാം പുതുമുഖങ്ങളാണ്. ഈ സിനിമയിൽ ഒരു ക്യാമിയോ ആയിട്ട് മമ്മൂട്ടിയാണ്, ദിലീപ്, മോഹൻലാലും അത് എങ്ങനെ ഉണ്ടാവും ഈ സിനിമയിൽ? ഡയറക്ടറാണ് എനിക്ക് പറയേണ്ടത്, അത് നായകനോട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നായികയായിട്ട് പറഞ്ഞ ആരെടുത്ത് ചോദിച്ചാലും ഈ പറഞ്ഞ നായികമാരുടെയും സന്തോഷമായിരിക്കും. പക്ഷേ ഈ ക്യാരക്ടറിന് പറ്റിയത് രജൻ ഭായി തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം പുള്ളി ചെയ്താലേ അത് ഓക്കെ ആവുന്ന രീതിയിലാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. പുള്ളിനെ മാത്രം മനസ്സിൽ കണ്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് വേറെ ആര് ചെയ്താലും ചിലപ്പോൾ പുള്ളി ചെയ്യുന്ന ആ ഒരു മോഡൽ വരാൻ ചാൻസസ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു സക്സസ്. മോഡൽ വഴിയല്ലേ സിനിമയിലേക്ക് വന്നത്? ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ അല്ലാതെ ഇൻസ്റ്റാഗ്രാംസിലും കുറേ അതുപോലത്തെ പരിപാടിയുണ്ട്. പക്ഷെ അതല്ലാതെ മെയിൻലി എനിക്ക് ഇവരായിട്ടുള്ളൊരു കോണ്ടാക്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പരിചയമുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഡലിംഗ്സ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. സിനിമ വരികയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ട് ടീം വന്ന് സിനിമ പുറത്തിറങ്ങിയാണ്. ഇതൊക്കെ എങ്ങനെ പറ്റി? കാരണം എല്ലാം ഈഗോ പറ്റുന്ന മെയിൻ സംഭവമാണ് സിനിമ. ഞാൻ വരുന്നത് അല്ലെങ്കിൽ ഞാൻ വരുന്ന കാര്യങ്ങളാണ് ശരി തോന്നുന്ന കാര്യങ്ങളാണ്. ഈ സിനിമ എങ്ങനെ വന്നു എന്നുള്ളത് അതിൻ്റെ ഡയറക്ടർ മറ്റേ പ്രൊഡ്യൂസറാണല്ലോ വിശ്വസിച്ച് വരട്ടെ. അതെങ്ങനെ വന്നു എന്നുള്ളതൊന്ന് നല്ലൊരു ചോദ്യമാണ്. സത്യം പറഞ്ഞില്ല, ഫേസ്ബുക്കിലൊരു കൂട്ടായ്മ ഉണ്ടായാൽ അത് പകുതി വഴിക്ക് ചാടിച്ചു വീഴും. അതാണ് അവസ്ഥ. കാരണം നമ്മൾ വ്യത്യസ്തരായ ആൾക്കാരാണ്, വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാവും. വീട്ടിലെ 4 പേര് തമ്മിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായമുള്ളപ്പോൾ പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാകും. അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അല്പം ദേഷ്യം മാറ്റിവെക്കുക, ഈഗോ മാറ്റിവെക്കുക. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ മനുഷ്യരാണെന്ന് കാണാനുള്ള മാനുഷികമായ നന്മ മനസ്സിനകത്തുണ്ടാകും. ഇതുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബാക്ക് ബോണായിട്ട് തോന്നുന്നത് നമ്മുടെ ഹീറോയാണ് രജനീകൃഷ്ണൻ. അദ്ദേഹം കാരണം കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ തകർന്നു പോകേണ്ട ഒരു അവസരത്തിൽ നിന്നും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തോടെ എല്ലാവരും ഫേസ്ബുക്കിലുള്ളവരല്ല. ആദ്യം തുടക്കത്തിൽ 7 പേര് മാത്രമേ ഫേസ്ബുക്കിലുള്ളൂ. പിന്നെ ഇവരെല്ലാം നമ്മുടെ കണക്ഷൻ വഴി വന്നു ചേർന്ന് പുതിയ സുഹൃത്തുക്കൾ ഇപ്പോൾ ദൃഢമായ ബന്ധം, നല്ല ആത്മബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഈ ഒരു ചിന്തയാണ്.
നമ്മുടെ മുന്നിലിരിക്കുന്നവരെ നമ്മൾ ഈഗോ മാറ്റിയിട്ട് മനുഷ്യനായിട്ട് കാണാം. ഈ നായകനാണ്, ഈ നായികയാണ്, ഡയറക്ടറാണ്, ഞാൻ ഡയറക്ടറാണ്, ഞാൻ വലിയ കുമ്പത്താണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊന്നും ഞാൻ ഇവരോട് കാണിച്ചില്ല. അപ്പം ഇവരെല്ലാവരും ഈവൻ ലൊക്കേഷനിലായാൽ പോലും പ്രോപ്പർട്ടീസ് മാറ്റുന്നതിന് നായിക എടുത്ത് മാറ്റുമായിരുന്നു. ആ രീതിയിലുള്ളൊരു കൂട്ടായ്മ തന്നെയാണ് സിനിമ ഉണ്ടായത്. നമ്മൾ ഇവരോട് നമ്മൾ തന്നെ ഇറങ്ങും, ആദ്യം ഇറങ്ങുമ്പോൾ ഇവരും കൂടെ ഇറങ്ങും. ഓക്കെ.